ഹായ് ഹലോ ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മണിക്കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവാട്ടോ ചെയ്യുന്നത്. കൃഷ്ണയുടെ അരികിലേക്ക് മണിക്കുട്ടിയെ എത്താനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തായാലും ഭരത്തിൻ്റെ ഗുണ്ടകളും ചേർന്ന് മണിക്കുട്ടിയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് പോവാട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ കൃഷ്ണ അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ കാറിൽ മണിക്കുട്ടിയെ കൊണ്ട് പോവാട്ടോ ചെയ്യുന്നത്. കൃഷ്ണയെ കണ്ട വിവരം ഒരിക്കലും തന്നെ കാവ്യ അറിയരുത്, നീ അത് പറയരുത് എന്നൊക്കെ ഭരത് മണിക്കുട്ടിയെ പറഞ്ഞ് പേടിപ്പിക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട്, എന്തായാലും കൊച്ചിൻ്റെ അച്ഛൻ എന്തായാലും വിഷം കഴിച്ചു മരിക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പേടിയായിട്ടുള്ള മണിക്കുട്ടി കൃഷ്ണ എവിടെയുള്ള കാര്യം കാവ്യയോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഭരത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. പേടിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്തായാലും മണിക്കുട്ടി ആ കാര്യം വീട്ടിൽ പറയാതിരിക്കുകയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ എന്നാണ് അവർ വിചാരിച്ചതെങ്കിൽ പോലും അതിനുശേഷം തന്നെ വീട്ടിലേക്ക് പോയതിന് ശേഷം തന്നെ ഉമ്മയോട് കാര്യങ്ങളെല്ലാം തന്നെ മണിക്കുട്ടി തുറന്ന് പറയാണ്. ആൻറ്റി, എന്തായാലും ആൻറ്റി ഇതൊന്നും പുറത്ത് പറയരുത്, അച്ഛനെ ഭരതങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ പറയും. ഭീകരനായിരുന്നോ ഭരത് എന്നൊക്കെ ഉമ്മയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും തന്നെ ആരോടും വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഉമ്മയ്ക്കും ഒന്നും തന്നെ പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴത്തേനും മണിക്കുട്ടി ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ രാധികയുടെ ഫോട്ടോ, സ്വന്തം അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് തൻ്റെ അച്ഛൻ്റെ വിധി ഓർത്ത് നന്നായിട്ട് കരയാട്ടോ ഫോട്ടോ നോക്കിയിട്ട് മണിക്കുട്ടി. കാവ്യയ്ക്കാണെങ്കിലും കൃഷ്ണയെ കാണാതിരുന്നതുകൊണ്ട് വളരെയധികം വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാവ്യ എപ്പോഴും കൃഷ്ണയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരത്താണെങ്കിലോ കാവ്യയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമോ, കാവ്യേച്ചിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഈ കള്ളക്കളി എല്ലാം തന്നെ പൊളിയും, കാവ്യ ഒരിക്കലും തന്നെ പിന്നെ എന്നോട് ക്ഷമിക്കില്ല എന്നും ഓർത്തുകൊണ്ടിരിക്കേണ്ട ഭരത്. മണിക്കുട്ടിയെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് കാവ്യയോടെല്ലാം തന്നെ തുറന്നു പറയാനാണ് സാധ്യത എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭരത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷങ്ങളൊക്കെ കഴിയുന്നത്.